ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ വീഡിയോസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീക്കെൻഡ് വ്ളോഗാണ്. കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഫ്രൈഡേ ഈവനിങ് തൊട്ട് തുടങ്ങുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഫ്രൈഡേ ഈവനിങ് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാനും മോളും വീട്ടിൽ നിന്ന് പോയി. ജിജുവേട്ടൻ അന്ന് ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനും മോളും ഇവിടുന്ന് പോയി. ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ മെലോന. മോളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നതാണ്, മോളുടെ ക്ലാസ്സിൽ ഒരേ സെക്ഷനിൽ പഠിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവർക്ക് ഒരു ബേബിയും കൂടി ഉണ്ട്, ഒരു മോളും കൂടി ഉണ്ട്. പേര് മെലീറ്റ എന്നാണ്. ആൾക്ക് 8 മാസം പ്രായം കണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബഹളമായിരുന്നു. ഒന്നാമത് ഒരുപാട് പേരെ കണ്ടതിൻ്റെ ഒരു ബഹളവും പിന്നെ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ പാർട്ടി. സോ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഇതാ ഇത്രയും കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം മെലനയുടെ ഫ്രണ്ട്സാണ്. അവിടെ തന്നെയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ മിസ്സിങ് ആവുന്നത് കുട്ടികളാണ്. ഈ ഏരിയയിൽ അധികം കുട്ടികളൊന്നുമില്ല. അപ്പോൾ കുക്കൂനായാലും ഒരുപാട് പേരൊന്നും കളിക്കാനില്ല കേട്ടോ. എനിക്ക് അവിടെ ചെന്നപ്പോൾ അതായത് ഞാൻ ആലോചിച്ചത്, ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അവിടെ കളിക്കാൻ, അവർക്ക് എന്ത് ബഹളമായിരിക്കും. സോ അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. കുട്ടികളെല്ലാവരും കൂടി ഇതുപോലെ ഇരുന്ന് കഴിക്കാൻ അതൊരു സന്തോഷം തന്നെയല്ലേ. സോ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങളും അവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും 10 മണി ആയിട്ടുണ്ടായിരുന്നു. സോ വീട്ടിലെത്തി. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആയപ്പം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എവിടെയെങ്കിലും ഒന്ന് ലോങ് ഡ്രൈവ് പോകാം. ആസ് യൂഷ്വൽ വീക്കെൻഡ് ആകുമ്പോൾ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുക, ഒരു ലോങ് ഡ്രൈവ് പോവുക. പ്രത്യേകിച്ച് ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ലാതാണ് എപ്പോഴും നമ്മൾ വീക്കെൻഡ്സ് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുന്നത്. ഒരു ഐഡിയ ഉണ്ടാവില്ല. ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വിത്തിൻ 100 കിലോമീറ്റേഴ്സ് അങ്ങനെയൊക്കെ നോക്കും. പിന്നെ റെഡി ആവുക, പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. സോ ജാലഹള്ളി ക്രോസ് ഒക്കെ ആയപ്പോഴത്തേന് അവിടെ നിർത്തിയിട്ട് ഒന്ന് പെട്രോളൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് തുംകൂർ ഭാഗത്തേക്കാണ്. തുംകൂറിനടുത്തായിട്ട് ഒരു ഹിൽ കണ്ടു ഞങ്ങൾ. അവിടെ ഒരു 2-3 പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഗൂഗിളിൽ കണ്ടു. ഗൂഗിളിൽ മാത്രമല്ല കുറേ ഇൻസ്റ്റ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ട് വിചാരിക്കുന്നത് എന്തായാലും ഇവിടേക്ക് പോകണം. കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരേ സ്ഥലത്ത് തന്നെ. ശരി, ഇങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു മഴ പെയ്തത്. സോ അങ്ങനെ ആ ഒരു പ്ലാൻ ക്യാൻസലായി. പിന്നീട് അങ്ങനെ നീണ്ട് ശരി ഇന്ന് എന്തായാലും ഒന്ന് പോയേക്കാം. വെതർ ചെക്ക് ചെയ്ത് നോക്കിയപ്പം മഴയൊന്നും കാണുന്നില്ലായിരുന്നു ആദ്യം. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും ക്ലൈമറ്റ് മാറി കേട്ടോ. അത് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 മണി അടുക്കാറാകുമ്പോൾ അവിടെ എത്താമെന്നൊക്കെ പ്ലാനിങ്ങിലാണ് പോയി തുടങ്ങിയത്. കുറച്ച് ലേറ്റായിപ്പോയി. അവിടെ എത്തുമ്പോഴേക്കും 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയെല്ലാം പറഞ്ഞിട്ട് എവിടെ എത്തിയെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. ഞങ്ങളിപ്പോൾ തുംകൂറിനടുത്ത് മന്ദാരഗിരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഇത് ബസതി ബെട്ട എന്നും പറയും. ഡിസ്റ്റൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ടു മന്ദാരഗിരി അപ്രോക്സിമേറ്റ്ലി 60 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബൈക്കിലോ കാറിലോ എങ്ങനെ വേണമെങ്കിലും വരാം. വന്നിട്ടുണ്ടെങ്കിൽ വർത്താണ് കേട്ടോ. കാരണം അത്രയ്ക്കും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഒരു ഹാഫ് ഡേ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ 3 പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒന്ന് ജെയിൻ ടെമ്പിൾ, അതല്ലാതെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലേക്ക് ഉണ്ട്, മൈതാല ലേക്ക് എന്ന് പറയും. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ മന്ദാരഗിരി ഹില്ലുണ്ട്. അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും. അതല്ലാതെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ 3 സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമേ. സോ ഈ 3 പ്ലേസിലേക്ക് എൻട്രി കൊടുക്കുന്നതിന് 40 റുപ്പീസാണ് പാർക്കിംഗ് ചാർജ് ഉണ്ടായിരുന്നത്. അതായത് എൻട്രൻസിൽ തന്നെ അവർ പാർക്കിംഗ് ചാർജ് മേടിക്കും. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇത് പീകോക്ക് ടെമ്പിൾ എന്നും പറയും, പിഞ്ചി ടെമ്പിൾ എന്നും പറയും. ശരിക്കും ഇതൊരു ഗുരുമന്ദിറാണ്. അതായത് ജെയിൻ ആചാര്യ ശാന്തി സാഗറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗുരുമന്ദിറാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചന്ദ്രപ്രഭ തീർത്ഥങ്കരയുടെ മൊനോലിത്തിക് സ്റ്റാച്ചു കാണാൻ പറ്റും. ഇത് 21 ഫീറ്റ് സ്റ്റാച്ചു ആണ് കേട്ടോ. അതായത് ഒറ്റക്കല്ലിലാണ് ഇത് കൊത്തിയെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗുരുമന്ദിർ കാണാൻ പറ്റും. ഇത് ശരിക്കും മന്ദാരഗിരി ഹില്ലിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ഗുരുമന്ദിർ വരുന്നത്. അപ്പോൾ നമുക്ക് ഹിൽ ടോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഗുരുമന്ദിറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡിസൈൻ തന്നെയാണ്, അതിന്റെ ആർക്കിടെക്ചർ തന്നെയാണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് പീകോക്ക് ഒരു ലുക്ക് തന്നെയല്ലേ. അപ്പോൾ ഇത് പീകോക്ക് ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഈ ഒരു ടെമ്പിളിന്റെ സ്ട്രക്ചർ വന്നിട്ട് പീകോക്ക് ഫെദർ ഫാനിന്റെ സ്ട്രക്ചർ പോലാണ് ഉള്ളത്. ഇത് ദിഗംബരം മോങ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പീകോക്ക് ഫെദർ ഫാനിന്റെ അതേ സ്ട്രക്ചറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പീകോക്ക് ടെമ്പിൾ എന്ന് പറയപ്പെടുന്നത്. പിന്നെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 81 ഫീറ്റ് ലോങ് ആണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ.
പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ അകത്തും ഭയങ്കര ക്വൈറ്റ് ആണ്. ഈ ഒരു പ്ലേസ് മൊത്തത്തിൽ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്ത് വെച്ച് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ ആ ഒരു പ്ലേസിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് മൈദാല ലേക്ക്, മൈദാലക്കര എന്ന് പറയും. അവിടുന്ന് കുറച്ച് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലേക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ തന്നെ ഹിൽ ടോപ്പിലേക്ക് പോകാം. അധികം സമയമില്ല ഇനി സ്പെൻഡ് ചെയ്യാൻ. ബിക്കോസ് അപ്പോഴേക്കും ഒരു 5:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ലേക്കിലെത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 2 പേർക്കും, അച്ഛനും മോക്കും ലേക്ക് നല്ല വെള്ളം കണ്ട ഭ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേക്കിലെത്തിയപ്പോഴേക്കും 2 പേരുടെ സ്വഭാവം മാറി. പ്രത്യേകിച്ച് ഈ ലേക്ക് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരികയാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ സ്നാക്സോ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. കുറച്ച് സമയം ഇവിടെയും സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമേ. അതായത് കുറച്ച് വെയിലൊക്കെ ഒന്ന് താണു വരണം, ആ സമയത്ത് വരണം. കാരണം ചുറ്റും റോക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നട്ടുച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും. ഞങ്ങൾ പോയ സമയം കറക്റ്റ് ആയിരുന്നെങ്കിലും ക്ലൈമറ്റ് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ്, അടിപൊളി ലേക്കാണ് കേട്ടോ. കുറേ പേര് കളിക്കുന്ന കണ്ടപ്പോഴത്തേനും ഇവിടെ അച്ഛനും മോക്കും ഭയങ്കര ആഗ്രഹം വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂന്ന്. ഞാൻ പിന്നെ മോക്ക് ഒരു എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ മോളുടെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ജിജുവായിട്ടും പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ മോൾ അങ്ങനെയല്ല, മോള് വെള്ളത്തിൽ നല്ലോണം കളിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം കളിച്ചു. പിന്നീട് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരി ഇനി ഹിൽ ടോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പോകാനായിട്ട് 2 വഴികളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സ്റ്റെപ്സ് ഒക്കെ കയറാൻ ബുദ്ധിമുട്ടില്ല, കുറച്ചൊക്കെ ഒരു 400-500 സ്റ്റെപ്സ് ഒക്കെ കയറി ശീലമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റെപ്പ് കയറി ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും. അറൗണ്ട് 450 സ്റ്റെപ്പ് എങ്ങാണ്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് കാലുവേദന ഉണ്ട്, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രെക്കിംഗ് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ട് ഡയറക്റ്റ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. പോകുന്ന വഴി കുറച്ച് സ്റ്റീപ്പാണ്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. ഇനി അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടിയിൽ വന്നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഓട്ടോ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യാവുന്നേ ഉള്ളേ. അപ്പം നമ്മൾ എന്തായാലും വണ്ടി കൊണ്ട് ഡയറക്റ്റായിട്ട് വന്നു. ബിക്കോസ് ഒന്നാമത് ടൈം ലിമിറ്റ് സമയം ഉണ്ടായിരുന്നില്ല, 5:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറയാം. പക്ഷേ രണ്ടാമത്തെ കാര്യം, മോളുള്ളതുകൊണ്ടാണ്. അഥവാ പകുതി വഴി എത്തുമ്പോൾ അവൾക്ക് പറ്റുന്നില്ല, കയറാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലേ അവളെ കൊണ്ട് എടുത്തുകൊണ്ട് മേപ്പോട്ടും കയറാൻ പറ്റില്ല, ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെപ്സ് ഇപ്രാവശ്യം ഒഴിവാക്കി. ഇനി എപ്പോഴെങ്കിലും വരുമ്പം സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മുകളിൽ വരെ എത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. നോക്കണം, ഇനി ഒരിക്കൽ കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെയും കൂടി ചെയ്തു നോക്കണം കേട്ടോ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു നടക്കേണ്ട ഒരു ദൂരമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിലെത്തുമ്പം ഒരു 4 ജെയിൻ ടെമ്പിൾ ഉണ്ട്. ഒരു കുട്ടി ടെമ്പിൾസ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ ഒന്ന് കയറി നോക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൽപ്പവൃക്ഷ കിട്ടും. ഇതൊരു ആർട്ടിഫിഷ്യൽ ട്രീ ആണ്, പക്ഷെ കണ്ട അങ്ങനെ പറയില്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ ട്രീ ആണ്. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ല. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും തന്നെ ഓൾറെഡി 6 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. സൺസെറ്റ് കാണാൻ പോയതാണ്, പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും മൊത്തത്തിൽ ഇരുണ്ട് മൂടി തുടങ്ങി. മഴക്കാരനുള്ള ഒരു ലക്ഷണമൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഭയങ്കര ഡാർക്ക് ക്ലൗഡ്സ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ സൂര്യനെ കാണാണ്ടായിപ്പോയി. നമ്മൾ കയറുമ്പം പോയിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ സണ്ണ് കാണുന്നുണ്ട്, പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞിട്ട് മഴ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും അവിടെ ആൾക്കാരെ നിർത്തിയില്ല. മാക്സിമം 6:10, 6:15 വരെ നിർത്തിയുള്ളൂ. അപ്പോഴേക്കും പെട്ടെന്ന് പോകാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ തിരിച്ച് ഇറങ്ങി വരണം, ഇറങ്ങി വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് അല്ല. സോ ഞങ്ങൾ പെട്ടെന്നൊന്ന് ചുറ്റിക്കണ്ടു. അവിടെ ഇരിക്കാനൊന്നും സമയം കിട്ടിയില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിക്കണ്ടു. അപ്പോഴേ ഞാൻ മനസ്സ് വിചാരിച്ചു ഇനി എന്തായാലും ഒരിക്കൽ കൂടി ഇവിടെ വരണമെന്ന്. കാരണം അത്രയ്ക്കും നല്ലൊരു പ്ലേസാണ്. ചില സ്ഥലത്ത് നമുക്ക് പോകുമ്പം വീണ്ടും ഒരിക്കൽ കൂടി പോകാൻ തോന്നുമല്ലോ. സോ അങ്ങനെ ഒരു ടെമ്പിളാണ് കേട്ടോ എനിക്കിത്. എന്തുകൊണ്ട് മേ ബി ഒരു നേച്ചർ ബ്യൂട്ടി കൊണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇവിടെ വന്നിട്ട് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എന്തായാലും ഒന്നും കൂടി നമുക്ക് പോകേണ്ടി വരും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹിൽ ടോപ്പാണ്. അപ്പോൾ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. ഞങ്ങൾ പുറത്തെത്തിയിട്ട് സണ്ണ് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ അങ്ങ് ദൂരത ഇത്രമാത്രം കണ്ടു. അപ്പോഴേക്കും ഭയങ്കര കാറ്റ് കൂടി. പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ അവിടെ മണ്ണൊക്കെ പറക്കുന്നുണ്ടായിരുന്നു.
കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്കും കാറ്റ് കൂടി. ഞാൻ ശരിക്കും പേടിച്ചു പോയി, കാരണം ഇങ്ങനൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. പ്രത്യേകിച്ച് ഇത്രയും ഏറ്റവും മുകളിൽ ഒരു ഹില്ല് മലമുകളിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയും കാറ്റൊന്നും ഞാൻ ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വല്ലാതെ പേടിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നോക്കുമ്പം ആ വണ്ടിയുടെ അടുത്തൊക്കെ ഇങ്ങനെ മണ്ണ് പറക്കാൻ തുടങ്ങി, വല്ലാതെ പേടി വന്നു. പിന്നെ മഴ എപ്പോൾ പെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിരുന്നു. സോ ഇനി അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്താൽ ഒട്ടും ശരിയാവില്ല, കുഞ്ഞുള്ളതല്ലേ കൂടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഒരു 6:30 മുന്നേ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ താഴെ എത്തുമ്പോഴേക്കും നല്ല മഴ പെയ്തു തുടങ്ങി കേട്ടോ. കുറച്ച് പകുതി വഴി ആയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു തുടങ്ങി. തിരിച്ചു വരുമ്പോൾ കണ്ടതാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഇതൊരു പള്ളിയാണെന്ന്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈദിൻ്റെ ആണ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ആ ഒരു ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്തു. വീട്ടിലെത്തി, എല്ലാവരും ടയേർഡായിരുന്നു, കഴിച്ചു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇവിടുത്തെ യുഗാദി ഫെസ്റ്റിവലാണ്. യുഗാദി ഫെസ്റ്റിവൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. ഇത് കർണാടക, ആന്ധ്രാപ്രദേശ്, ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെ ന്യൂ ഇയർ ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണോ വിഷു, അതുപോലെ തന്നെയാണ് ഇവർക്ക് യുഗാദി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ അങ്ങനെ ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം യുഗാദിയിൽ എന്താണെന്ന് വെച്ചാൽ യുഗാദി ഫുഡാണ്. മുമ്പൊക്കെ ആകുമ്പം ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് യുഗാദി ഫെസ്റ്റിവലിൻ്റെ അന്ന് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഭയങ്കര കുറവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവൊക്കെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് യുഗാദി ഫുഡ് കഴിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചോട്ടുണ്ട് എന്തായാലും എവിടെ നിന്നെങ്കിലും ഒരു യുഗാദി ഫുഡ് കഴിക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് മലേശ്വരത്ത് ഹള്ളിമന എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ആണ്. ബാംഗ്ലൂരിലുള്ളവർക്ക് എന്തായാലും അറിയാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും ഹള്ളിമന എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴല്ലേ ഞങ്ങൾ കാണുന്നത് അങ്ങ് മലേശ്വരം ഫുള്ളായിട്ട് ക്യൂ നിൽപ്പുണ്ട് കേട്ടോ. ഈ ഹള്ളിമന റെസ്റ്റോറൻറ്റിൽ നിന്ന് അങ്ങ് മലേശ്വരം മൊത്തത്തിൽ ക്യൂ നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കിളി പോയി. ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഫുഡ് അടുത്ത കാലത്തൊന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായിട്ട് അവിടെ ആ ഒരു ലൊക്കാലിറ്റി തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബർജറി ഭോജന എന്ന് പറഞ്ഞിട്ട്. ശരി, അങ്ങോട്ടേക്ക് പോയപ്പം അവിടെയും ഭയങ്കര ക്യൂ. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു പുറത്ത്. എന്നാലും ഞങ്ങൾ തോറ്റു പുറകോട്ട് പോവില്ല എന്ന് പറഞ്ഞ് ജിജുവേട്ടൻ പലപ്പോഴും പറഞ്ഞു നമുക്ക് പോയേക്കാം. ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്രാവശ്യം കഴിച്ചിരിക്കും, ഇത്രയും നേരം വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഫുഡ് കഴിക്കാതെ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ പേര് വിളിച്ചു. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഫുഡ് ആദ്യം ഉപ്പ്, പിന്നെ കോസംബറി എന്ന് പറയും നമ്മുടെ ഇവിടെ, കുക്കുംബർ, പിന്നെ മൂങ് ദാലൊക്കെ സോപ്പ് മൂങ് ദാൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാലഡ് ടൈപ്പാണ് കേട്ടോ. പിന്നെ ബീൻസ് അച്ചാർ വിളമ്പിയിട്ടുണ്ടായിരുന്നു. ബീൻസ് അച്ചാർ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ടേസ്റ്റാണ്. ഞങ്ങൾ ആദ്യം തോരനാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവർ പറഞ്ഞു അത് അച്ചാറാണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാക്ക് ഫ്രൂട്ട് പായസം. ജാക്ക് ഫ്രൂട്ട് പായസത്തിൻ്റെ ടേസ്റ്റ് എടുത്ത് പറയേണ്ടതാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതിനകത്ത് ജാക്ക് ഫ്രൂട്ട് മാത്രമല്ല, എനിക്കൊന്ന് കസ്കസും ചേർത്തിട്ടുണ്ടെന്ന്, അതുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. പിന്നെ കുറേ ഐറ്റംസ് എന്തൊക്കെയോ വിളമ്പി, എന്തൊക്കെയാണെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഇതിനകത്ത് പൈനാപ്പിൾ, നമ്മൾ ഈ പൈനാപ്പിൾ സദ്യയിൽ വിളമ്പുമല്ലോ, അതുപോലെ എന്തോ സ്വീറ്റ് ഐറ്റം ഉണ്ടായിരുന്നു. അതല്ലാതെ പൊട്ടാറ്റോ മസാല ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂരി ഉണ്ടായിരുന്നു, ദോശ, പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാഗു, ചട്നി, അതെല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും പുളിയോഗ്രേ, പിന്നെ ലെമൺ റൈസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് കഴിയുമ്പം അവർ റൈസ് ഇടും. റൈസിൻ്റെ കൂടെ സാമ്പാർ, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും റൈസ് കൊണ്ടുവരും. റൈസിൻ്റെ കൂടെ നമുക്ക് രസം തരും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് വീണ്ടും റൈസ് കൊണ്ടുവരും. അതിൻ്റെ കൂടെ തൈര് ഒഴിക്കും. അപ്പം ഏറ്റവും ലാസ്റ്റിലായിട്ട് ഫിനിഷിങ്ങിന് തൈര് കൂട്ടിയാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരുപാട് ചോറൊന്നും അവർ വിളമ്പില്ല കേട്ടോ, കുറച്ചേ ചോറ് വിളമ്പത്തുള്ളൂ. ബിക്കോസ് ഇത്രയും ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം എൻജോയ് ചെയ്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് പായസവും കുടിച്ച് ഐസ്ക്രീമും കഴിച്ചു, ബീഡ കഴിച്ചു, അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് നേരം മലേശ്വരമൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വണ്ടിക്കകത്ത് കയറിയപ്പോൾ ജിജുവേട്ടൻ പറഞ്ഞു എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് എവിടെയെങ്കിലും തൊട്ടടുത്ത് ഒരു ചെറിയ സ്ഥലം എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ സൺസെറ്റ് പോയിന്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് സൺസെറ്റ് ഭ്രാന്ത് ഉണ്ടോ എന്ന്? ഉണ്ട് കേട്ടോ. എനിക്കും ജിജുവേട്ടനും രണ്ടാൾക്കും സൺസെറ്റ് ഭ്രാന്തുണ്ട്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുണ്ട്. അതായത് ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് അക്കായമന ബെട്ട എന്ന് പറയും. അവിടുത്തെ സൺസെറ്റാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഒരുപാട് സ്ഥലങ്ങളുണ്ടാവാം, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ശരി സൺസെറ്റും കൂടി കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാം, അങ്ങനെ ഒരു ഈവനിങ് വൈൻഡപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സോമേശ്വര ബെട്ട എന്ന് പറയും. ഇത് ആദിത്യനഗർ, വിദ്യാരണ്യപുര ആ ഒരു ലൊക്കാലിറ്റിയിലുള്ളതാണ്. അങ്ങനെ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, ഒരു കുഞ്ഞു സ്ഥലം, കുറേ പാറകളുടെ ഇടയിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സൊക്കെ കയറി കഴിഞ്ഞാൽ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റും.
അമ്പലമൊക്കെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ അമ്പലമൊക്കെ ഉണ്ട്. നമ്മൾ അമ്പലത്തിലൊന്നും പോയിട്ടില്ല, കാരണം നല്ലോണം മുഷിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിലൊന്നും കയറാൻ നിന്നില്ല. അവിടെ തന്നെ ആഞ്ജനേയ ടെമ്പിൾ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു വെങ്കടേശ്വര ടെമ്പിളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് വന്നത് ഈ സ്ഥലത്തേക്ക് ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലൊന്നും കയറിയില്ല. ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് എല്ലാം കണ്ടു, സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീക്കെൻഡ് വിശേഷങ്ങൾ. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ലഞ്ച് ബോക്സ് വീഡിയോസൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. കുറച്ചായി ഗ്യാപ്പൊക്കെ വന്നിട്ട് അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം. സോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.